വാഹനാപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച കൃഷ്ണൻലാൽ ഇനി 5 പേരിലൂടെ ജീവിക്കും. തിരുവനന്തപുരം സ്വദേശി കൃഷ്ണൻലാലിന്റെ 5 അവയവങ്ങൾ ദാനം ചെയ്യാൻ കുടുംബം സമ്മതിച്ചു. ഹൃദയവും 2 വൃക്കകളും കരളും കണ്ണുമാണ് ദാനം ചെയ്യുന്നത്. വാഹനാപകടത്തിൽ പരിക്കേറ്റ 33-കാരനായ കൃഷ്ണൻലാലിന് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മസ്തിഷ്ക മരണം സംഭവിച്ചത്. 2 മാസത്തിനിടെ കേരളത്തിൽ നടക്കുന്ന 5ാമത്തെ അവയവദാനമാണിത്. അവയവദാനം നടത്തിയ കൃഷ്ണൻലാൽ അപകടത്തിൽപ്പെടുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. അമിത വേഗതയിലെത്തിയ കാർ സൈക്കിളിൽ ഇടിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഏപ്രിൽ 1-നാണ് സൈക്കിൾ യാത്ര ചെയ്യുകയായിരുന്ന കൃഷ്ണൻലാലിനെ എതിരെ വന്ന കാർ ഇടിക്കുന്നത്. നഷ്ടം നമുക്ക് തന്നെയാണ്. അവൻ വേറെ ഒരു പ്രശ്നമുള്ളതൊരു പയ്യനാണ്. എല്ലാ കാര്യത്തിനും നമ്മളെ വീട്ടിൽ എന്ത് കാര്യത്തിനും അവൻ വിളിച്ചാൽ അവൻ ഓടി വരും. എന്ത് കാര്യമാണ്, ഉത്സവമാണെങ്കിലും വീട്ടിലൊരു മരണമാണെങ്കിൽ പോലും എല്ലാം അവൻ്റെ അമ്മ നഷ്ടപ്പെട്ട് 2.5 വർഷമായി. എൻ്റെ അച്ഛന് സുഖമില്ലാത്ത ഒരാളാണ്. 2 സഹോദരന്മാരുണ്ട്. രണ്ടുപേരും കല്യാണം കഴിഞ്ഞ് അവരെ വീട്ടിലാണ്. ഇവൻ്റെ അച്ഛനും മാത്രമേ വീട്ടിൽ ഉള്ളൂ. അച്ഛന് കാപ്പി വാങ്ങാൻ വേണ്ടി പോയതാണ് സഹിക്കുന്നത്. പിന്നെ അവർ ആദ്യം പറഞ്ഞ് ഇവിടെ കിംസിൽ കൊണ്ടുവരുമ്പോൾ അവർ ഫുൾ ട്രീറ്റ്മെൻറ്റ് അവർ ചെയ്യാനാണ് ഈ വണ്ടി ഇടിച്ച ആളെ വൈഫും പുള്ളിക്കാരനും പറഞ്ഞു. പിറ്റേന്ന് രാവിലെ നമ്മൾ വിളിച്ചപ്പോൾ അവർ ഫോൺ എടുക്കുന്നില്ല. അന്ന് രാത്രി ഇവിടെ വന്നിട്ട് പോയിട്ട് പിന്നെ അവരിങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇവനെ നമ്മളെ കൂട്ടുകാരനാണ്. നമ്മൾ കൊച്ചിലേനെ കളിച്ച് വളർന്ന് നടക്കുന്ന ഫ്രണ്ട്സാണ്. അപ്പം അവനെ സംബന്ധിച്ചിട്ട് ഇത്രയും വലിയ എമൗണ്ട് നമ്മൾ അടയ്ക്കാനില്ല. ആ സമയത്ത് അവർ സംസാരിച്ചിരുന്നത്. പിന്നെ അവർ വേറെ ഒന്നിനും ഇങ്ങോട്ട് വന്നിട്ടില്ല. നമുക്ക് പറയേണ്ടതെന്ന് വെച്ചാൽ അവൻ ഇത്രത്തോളം വെള്ളം അടിച്ച് ഇത്രത്തോളം ചെയ്തതിന് അവന് പെട്ടെന്ന് രക്ഷപ്പെട്ട് പോകരുത്. നമുക്കതേ പറയാമോ.